सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासम्प्रदाय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं. എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പഠനം തുടരാം. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. നമുക്ക് 14ാമത്തെ മന്ത്രം ഒരുമിച്ച് ചൊല്ലാം. സഹോവാച അജാതശത്രുഃ ഏതാവന്നു ഇതി ഏതാവത് ഹി ഇതി ന ഏതാവതാ വിദിതം ഭവതി ഇതി. സഹോവാച ഗാർഹ്യഃ ഉപത്വാ യാനി ഇതി. യാജ്ഞവൽക്യ മഹർഷി പ്രഥമ അധ്യായം ഉപാസനാ പ്രകരണം പറഞ്ഞതിനു ശേഷം ഉപാസനകളൊക്കെ ചെയ്ത് അന്ധക്കരണ ശുദ്ധിയൊക്കെ വരുത്തി അധികാരമൊക്കെ പ്രാപ്തരായ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോട് അടുത്തതായി ദ്വിതീയ അധ്യായം ആരംഭിച്ചു. ആഖ്യായികയിലൂടെ ആരംഭിച്ചു. നമ്മൾ കണ്ടു ഇവിടെ 2 കഥാപാത്രങ്ങളാണ്. അതിൽ ഗുരു എന്ന കഥാപാത്രം അജാതശത്രു, ശിഷ്യൻ ബാലാഹി അല്ലെങ്കിൽ ഗാർഗ്യൻ. ഇവർ തമ്മിലുള്ള സംവാദം നമ്മൾ 13 മന്ത്രങ്ങൾ വരെ കണ്ടു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാവർക്കും ആ ചിത്രം ഉണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിൽ ആ ഭാവന എപ്പോഴും ഉണ്ടായിരിക്കണം, ഇവർ തമ്മിലുള്ള സംവാദം. അപ്പം അത് 13ാമത്തെ മന്ത്രം നമ്മൾ അവസാനിപ്പിച്ചു. എന്തായിരുന്നു? അതായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഒരു ടേണിംഗ് പോയിന്റ്. എന്താണ് 13ാമത്തെ മന്ത്രം അവസാനിക്കുന്നത്? തൂഷ്ണീമാസം അല്ലേ? ഇനി അദ്ദേഹത്തിനൊന്നും പറയാനില്ല. ആർക്ക്? ഗാർഗ്യന് അല്ലെങ്കിൽ ബാലാഹിക്ക്. അപ്പം അദ്ദേഹം എന്താണ്? തൂഷ്ണീമാസ
മൗനമായിരുന്നു. അപ്പോഴേ എന്ത് ചെയ്തു? ഈ മൗനം കണ്ടിട്ട്, കാരണം ഇനി ഒന്നും തർക്കിക്കാനില്ല, ജയിക്കാനില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൗനം കണ്ടിട്ട് അജാതശത്രു സംവദിക്കുന്നതാണ് 14ാമത്തെ മന്ത്രം മുതൽ. നമ്മൾ കണ്ടിരുന്നു 14 മുതൽ 20 വരെയുള്ള മന്ത്രങ്ങൾ എന്താണ്? അജാതശത്രു ഗുരുവായി ഗാർഗ്യന് നിർഗുണ ബ്രഹ്മ ജ്ഞാനം ഉപദേശിക്കുന്നതാണ്. അതായത് മോക്ഷമാർഗം ഉപദേശിക്കുകയാണ്. അങ്ങ് പഠിച്ചതൊന്നും അങ്ങക്ക് തൃപ്തിയെ നൽകില്ല, അല്ലെങ്കിൽ മോക്ഷത്തെ നൽകില്ല, അല്ലേ? മന്ത്രവിദേവ അസ്മി. അങ്ങ് മന്ത്രം കുറേ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അറിവ് നേടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജ്ഞാനമുണ്ടാകും, പക്ഷെ വിജ്ഞാനമായിട്ടില്ല, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വാക്കുകളൊക്കെ, അല്ലേ? ജ്ഞാനം വിജ്ഞാനമാകുന്നിടത്താണ് മോക്ഷപാത തുറക്കുന്നതെന്ന്, അല്ലേ? അപ്പം ജ്ഞാനമുണ്ട്, പലതും അറിയായിരിക്കും, നാരദ മഹർഷിയെ പോലെ, അല്ലേ? ചതുർവേദങ്ങൾ അറിയായിരിക്കും, ഇതിഹാസ പുരാണങ്ങൾ അറിയായിരിക്കും, പക്ഷെ എന്താണ്? അദ്ദേഹത്തിന് എന്താണോ പഠിത്തം കൊണ്ട് നേടേണ്ടത്, ആ അറിവ് സ്വായത്തമാക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ പറഞ്ഞു നൽകുകയാണ്. നമ്മുടെ ശ്വേതകേതുവിനെ പോലെ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് ഓർക്കാം. അപ്പം അതുപോലെ തന്നെയാണ് അജാതശത്രുവും. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ഈ മിണ്ടാണ്ടിരിക്കുന്നത് കണ്ടിട്ട് അജാതശത്രു പറയുന്നത് നമ്മൾ കണ്ടു. എന്താണ്? ഗാർഗ്യനോട് പറയുകയാണ്, ഇത്രയുമാണോ അങ്ങേക്ക് അറിവുള്ളത്? ഏതാവന്നു ഇത്? ഈ അറിവേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് വീണ്ടും വീണ്ടും ഓർക്കണം. നമ്മളൊക്കെ അനേകം കാലങ്ങളായി പഠിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അനുഭവത്തിലേക്ക് വരണേ എന്ത് വേണം? ഉപാസന വേണം, ചിത്തശുദ്ധി വേണം. എങ്കിലേ ഈശ്വരനെ പ്രത്യക്ഷമായി അനുഭവിക്കാൻ സാധിക്കും, അല്ലേ? പ്രത്യക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപരോക്ഷം എന്നാണ്, അല്ലേ? അപരോക്ഷം എന്ന് വെച്ചാൽ എന്നിൽ നിന്നും അന്യമല്ലാത്തത്, അല്ലേ? നമ്മൾ പരമാത്മാവിനെ അല്ലെങ്കിൽ എല്ലാറ്റിനും സർവ്വവ്യാപിയാണ്, എല്ലാറ്റിലും കാണാനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ ഈ നേത്രഗോളവും കൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കും? എല്ലാറ്റിലും എങ്ങനെ കാണാൻ സാധിക്കും? ഉപാസനയിലൂടെ, ചിത്തശുദ്ധിയിലൂടെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് 1-ാം അധ്യായം അത്രയും പ്രാധാന്യമുള്ളതാണ്. അനേകം ഉപാസനകൾ, ആ ഉപാസന ചെയ്തു എന്ന് വിശ്വസിച്ചാണ് യാജ്ഞവൽക്യ മഹർഷി നമുക്ക് 2-ാം അധ്യായം പറയുന്നത്. നമുക്ക് ഉത്തമ അധികാരിയുടെ അത്രയും അധികാരം ഇല്ലെങ്കിലും അതിനായിട്ടുള്ള പരിശ്രമം ഉണ്ട്. അതിനായി ശ്രമിച്ചു കൊള്ളാം എന്ന് വാക്ക് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പരിശ്രമിച്ചത്, കയറാനായിട്ട് തുടങ്ങിയത്. അപ്പം അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഉപാസന ഉണ്ടാകണം. ഉപാസന ഇല്ലാത്തതാണ് ഗാർഗ്യന് പറ്റിയത്. ഏതാവന്നു ഇത്? ഇത്രയുമാണ് അങ്ങേക്ക് അറിവുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ അഹങ്കാരം എല്ലാം ശമിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇത്രയേ അറിയുള്ളൂ. ഏതാവത് ഹി ഇത്? ഹി, എനിക്ക് ഇത്രയേ അറിവുള്ളൂ. അപ്പോൾ ഈ ഡയലോഗ് ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നു പോകണം. ഇവർ തമ്മിൽ കാശി രാജ്യത്തിരുന്ന് സമ്മതിക്കുകയാണ്. അപ്പം എന്ത് പറഞ്ഞു? അടുത്ത ഡയലോഗ് ആരുടെയാണ്? ന ഏതാവതാം വിദിതം ഭവതി ഇതി. അതായത് അങ്ങ് അറിഞ്ഞ അറിവൊന്നും പൂർണ്ണമല്ല. അതായത് ജ്ഞാനം ആണ്, വിജ്ഞാനമായിട്ടില്ല, അനുഭവത്തിൽ വന്നിട്ടില്ല. അങ്ങേക്ക് അനുഭവത്തിൽ വന്ന ആരും പിന്നെ ഒന്നും മിണ്ടൂല്ല, അല്ലേ? രമണ മഹർഷിയൊക്കെ കണ്ടില്ലേ? ഇവർക്ക് അനുഭവിക്കുകയാണ്, അവരത് ആനന്ദിക്കുകയാണത്, പിന്നെ ഒന്നും മിണ്ടാനില്ല. അത് തന്നെ ഇവിടെ പറഞ്ഞു, അങ്ങയുടെ അറിവ് പൂർണ്ണമല്ല. അപ്പോൾ എന്ത് പറഞ്ഞു? സഹോവാച ഗാർഹ്യ, ഗാർഗ്യൻ പറഞ്ഞു എന്ത്? ഉപത്വാ യാനീതി, ഞാൻ അങ്ങയെ ഉപസതിക്കുന്നു. അവിടെ വരെയാ നമ്മൾ കണ്ടത്. ശിഷ്യഭാവേന ഉപയാനി, അല്ലേ? അവിടെ അധ്യാഹാരം ചെയ്തെന്ന് വിചാരിക്കുന്നു, അല്ലേ? എന്താണ് അധ്യാഹാരം ചെയ്തത്? ശിഷ്യഭാവേന, ഞാൻ അങ്ങയെ ശിഷ്യഭാവത്തിൽ ഉപസതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 14-ാമത്തെ മന്ത്രം അവസാനിച്ചു. നമുക്ക് അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എല്ലാവരും ഓക്കെ ആണെന്ന് കരുതിക്കൊണ്ട് അടുത്തതിലേക്ക് പോവുകയാണ്. മന്ത്രം 15.
സഹോവാച അജാതശത്രുഃ, കോമ പ്രതിലോമം ച ഏതത്, പ്രതിലോമം ച ഏതത്. അങ്ങനെയാണ് വാക്ക്. നിങ്ങൾക്ക് പദച്ഛേദം നടത്താൻ സാധിക്കുന്നില്ല, തൊട്ട് താഴെ നോക്കുക, അവിടെ മൃഡാന്ത സംജ്ഞ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ. ചെയ്യാൻ സാധിക്കുന്നവർ അതുപോലെ തന്നെ ചെയ്തു പോവുക. ഒട്ടും പറ്റുന്നില്ല, താഴേക്ക് നോക്കിയാൽ മതി. കാരണം നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. പ്രതിലോമം ച ഏതത്, കോമ പ്രതിലോമം ച ഏതത്, കോമ യഹ ബ്രാഹ്മണഃ. യഹ എന്നൊരു വാക്കുണ്ട് അവിടെ കേട്ടോ, ശ്രദ്ധിച്ച് എഴുതണം. ഒരു വാക്ക് വിട്ടുപോയാൽ പിന്നെ നമ്മൾ ആ കണ്ടിന്യൂറ്റി പോവും. അതാണ് പ്രതിലോമം ച ഏതത്, കോമ യഹ ബ്രാഹ്മണഃ ക്ഷത്രിയം ഉപേയാത്, കോമ യഹ ബ്രാഹ്മണഃ ക്ഷത്രിയം ഉപേയാത് ബ്രഹ്മമേ വക്ഷ്യതി ഇതി, കോമ ബ്രഹ്മ മേ വക്ഷ്യതി ഇതി. അടുത്ത വാക്ക് വേവ്യ എന്നാണ്. വേവ്യ എന്ന് വെച്ചാൽ വി അധികം ഏവ, വി ഏവ. വേവ്യ എന്നൊരു വാക്കില്ല, രണ്ട് പദം കൂടെ ചേർന്ന് സമസ്ത പദമാണ്. കർമ്മധാരയ സമാസം എന്ന് പറയാം അതിന് വ്യാകരണത്തിൽ. ഇത്രയേ ഉള്ളൂ. വി അധികം ഏവ, വേവ്യ എന്നുവെച്ചാൽ വി ഏവ. വി ഏവ ത്വാ ജ്ഞപയിക്ഷ്യാമി ഇതി, ജ്ഞപയിക്ഷ്യാമി ഇതി, കോമ തം പാണൗ ആദായ ഉത്തസ്ഥൗ, തം പാണൗ ആദായ, പാണൗ ആദായ, പാണൗ ആദായ ഉത്തസ്ഥൗ, കോമ തൗഹ പുരുഷം, കോമ തൗഹ പുരുഷം, കോമ സുപ്തം ആജഗ്മ്യതുഃ, ഒരു മിനിറ്റ്, ആജഗമ്യതുഃ, ആജഗമ്യതുഃ, തൗഹ പുരുഷം, കോമ സുപ്തം ആജഗമ്യതുഃ, കോമ തം ഏതൗ ഏതൈ, തം ഏതൈ നാമഭിഃ, കോമ തം ഏതൈ നാമഭിഃ. എളുപ്പമാണ് കേട്ടോ, ഈ വാക്കുകൾ ഇച്ചിരി വലുതാന്നേ ഉള്ളൂ, പക്ഷെ കാര്യം എളുപ്പമാണ്. തം ഏതൈ നാമഭിഃ, കോമ ആമന്ത്രായാം ചക്രേ, കോമ ആമന്ത്രായാം ചക്രേ, ആമന്ത്രായാം ചക്രേ, ചായാണ് കേട്ടോ. മന്ത്രായാം മകാരം കൊണ്ട് അവസാനിപ്പിച്ചിട്ട് അടുത്ത വാക്ക് ച, ചക്രേ, കോമ ബൃഹൻ പാണ്ഡരവാസ്, ബൃഹൻ പാണ്ഡരവാസാഃ, കോമ സോമോ രാജൻ ഇതി, കോമ സോമോ രാജൻ ഇതി, കോമ സഹ, സ എഴുതി വിസർഗമുണ്ട്, സഹ ന ഉത്തസ്ഥൗ, കോമ തം പാണിന, തം പാണിന ആപേക്ഷം, ആ ദീർഘമുണ്ട്, ദീർഘായാണ് രണ്ടാമത്തെ ആ, ആപേക്ഷം,
തം പാണിന ആപേക്ഷം കോമ ബോധയാം ചകാര. ബോധ ദീർഘമുണ്ട്. ബോധായാം ചകാര. ബോധായ. നിങ്ങളുടെ ബുക്കിൽ ബോധയാം എന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ പുസ്തകത്തിൽ സംസ്കൃതത്തിൽ ബോധായാം എന്നാണ്. അർത്ഥവ്യത്യാസം വരുന്നില്ല, എങ്ങനെ വേണേലും ഉച്ചരിക്കാം. ദീർഘമുള്ളത് കൊണ്ട് അവിടെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ല. ബോധയാം എന്നും പറയാം, ബോധായാം എന്നും പറയാം. സമാസം അവിടെ തെറ്റുന്നില്ല. ബോധായാം അല്ലെങ്കിൽ ബോധയാം ചകാര. ഇപ്പം ചിലവരുടെ അടുത്ത് സംസ്കൃതം കാണും, അതുകൊണ്ടാണ് രണ്ട് പാഠഭേദവും ഞാൻ പറയുന്നത്. ബോധയാം ചകാര. സഹ. അടുത്തത് സഹയാണ് കേട്ടോ. സ എന്നിടത്ത് വിസർഗം ഇടുക. സഹ ഹ ഉത്തസ്തൗ. സഹ ഹ ഉത്തസ്തൗ പൂർണ്ണവിരാമം. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കണേ. സഹോവാച അജാതശത്രു കോമ പ്രതിലോമം ച ഏതത് കോമ. ഈ കോമ എന്ന് പറയുന്നത് അവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. സഹോവാച അജാതശത്രു നിർത്താൻ വേണ്ടിയാണ് പറയുന്നത്. പ്രതിലോമം ച ഏതത്, ഏതതിൻ്റെ അവിടെ നിർത്തണം, അതാണ് കോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോവാച അജാതശത്രു പ്രതിലോമം ച ഏതത് യഹ ബ്രാഹ്മണ ക്ഷത്രിയം ഉപേയാത്. ബ്രാഹ്മണഃ ക്ഷത്രിയം ഉപേയാത്. യഹ ബ്രാഹ്മണഃ ക്ഷത്രിയം ഉപേയാത് ബ്രഹ്മ മേ വക്ഷ്യതി ഇതി വി ഏവ ത്വാ ന്യപൈക്ഷ്യാമി ഇതി തം പാണൗ ആധായ ഉത്തസ്തൗ തൗഹ പുരുഷം സുപ്തം ആജഗ്മ്യതുഃ തം ഏതൈ നാമഭിഃ ആമന്ത്രായാം ചക്രേ ബൃഹൻ പാണ്ഡരവാസഃ സോമോ രാജൻ ഇതി സഹ ന ഉത്തസ്തൗ തം പാണിന ആപേക്ഷം ബോധയാം ചകാര സഹ ഹ ഉത്തസ്തൗ. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സഹോവാച അജാതശത്രുഃ പ്രതിലോമം ച ഏതത് യഹ ബ്രാഹ്മണഃ ക്ഷത്രിയം ഉപേയാത് ബ്രഹ്മ മേ വക്ഷ്യാമി ഇതി വി ഏവ ത്വാ ന്യപൈക്ഷ്യാമി ഇതി തം പാണൗ ആധായ ഉത്തസ്തൗ തൗഹ പുരുഷം സുപ്തം ആജഗ്മ്യതുഃ തം ഏതൈ നാമഭിഃ ആമന്ത്രായാം ചക്രേ ബൃഹൻ പാണ്ഡരവാസഃ സോമോ രാജനിധി സഹ ന ഉത്തസ്തൗ തം പാണിന ആപേക്ഷം ബോധയാം ചകാര സഹ ഹ ഉത്തസ്തൗ. ഒന്നുകൂടെ ചൊല്ലാം. സഹോവാച അജാതശത്രുഃ പ്രതിലോമം ച ഏതത് യഹ ബ്രാഹ്മണഃ ക്ഷത്രിയം ഉപേയാത് ബ്രഹ്മ മേ വക്ഷ്യാമി ഇതി വി ഏവ ത്വാ ന്യപൈക്ഷ്യാമി ഇതി തം പാണൗ ആധായ ഉത്തസ്തൗ തൗഹ പുരുഷം സുപ്തം ആജഗ്മ്യതുഃ തം ഏതൈ നാമഭിഃ ആമന്ത്രായാം ചക്രേ ബൃഹൻ പാണ്ഡരവാസഃ സോമോ രാജനിധി സഹ ന ഉത്തസ്തൗ തം പാണിന ആപേക്ഷം ബോധയാം ചകാര സഹ ഹ ഉത്തസ്തൗ. അജാതശത്രു ഗാർഗ്യനോട് പറയുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സംവാദം തുടരുന്നു. സഹോവാച അജാതശത്രു, അവനോടായിക്കൊണ്ട് അജാതശത്രു പറഞ്ഞു. അപ്പോൾ ഇവിടെ സഹ ആരായിരിക്കും?
ഗാർഗ്യനോടായിക്കൊണ്ട് അജാതശത്രു ഉവാച പറഞ്ഞു. എന്താണ് പറയുന്നത്? പ്രതിലോമം ച ഏതത്. ഏതതിൻ്റെ അവിടെ വേണ്ട ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടോളൂ. ചോദിക്കുകയാണ്. പ്രതിലോമം ച ഏതത് എന്ന് വെച്ചാൽ ഇതെന്താണ് അങ്ങിങ്ങനെ പ്രതിലോമനായിരിക്കും. പ്രതിലോമം എന്ന് വെച്ചാൽ തല കീഴായിട്ടിരിക്കുക. അതാണ് പ്രതിലോമം ചെയ്യത്തത്. അത് ഇങ്ങനെ ചോദിക്കുകയാണ്. അതാണ് എന്താണ് കാരണം നമ്മൾ കണ്ടല്ലോ, തൂഷ്ണീ മാസ കണ്ടല്ലോ 13ാമത്തെ മന്ത്രം. അത് ഓർമ്മ വരണം ഇവിടെ. അങ്ങ് എന്തിനാണ് ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നത്? അപ്പോഴും അടുത്തത് അജാതശത്രു തന്നെ പറയുകയാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണത്. നമ്മളെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരു വാക്കാണത്. ബ്രാഹ്മണഃ ക്ഷത്രിയം ഉപേയാത്. അതായത് ഒരു ബ്രാഹ്മണൻ, അതായത് ഗാർഗ്യൻ ബ്രാഹ്മണപുത്രനാണ്, ബ്രാഹ്മണ കുലജാതനാണ്. അജാതശത്രു ആരാ? കാശി രാജ്യത്തെ രാജാവാണ്. രാജാവ് എന്ന് വെച്ചാൽ ആരാണ്? ക്ഷത്രിയൻ അല്ലെ? ക്ഷത്രിയന്മാർക്കാണ് രാജപദവി ഉള്ളത്. ക്ഷത്രിയ കുല ജാതനായിരിക്കണം, രാജാവാണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ അതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആള്. ഇനി ബ്രാഹ്മണൻ എന്തെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതൊക്കെ ഇപ്പോൾ വിട്ടേര്. ഇപ്പം എന്താണോ നിങ്ങളുടെ മനസ്സിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്ന് കേട്ടാൽ ഓർമ്മ വരുന്നത് അത് മാത്രം ഓർക്കുക. പിന്നീട് നമുക്ക് അതിൻ്റെ വിസ്താരത്തിലേക്ക് പോകാം. അപ്പം ഇവിടെ അങ്ങ് എന്താണ് തല താഴ്ത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചതിന് ശേഷം തുടരുകയാണ് അജാതശത്രു. എന്താണ് തുടരുന്നത്? ബ്രാഹ്മണഃ ക്ഷത്രിയം ഉപേയാത്. അതും ചോദ്യമാണ്. അവിടെയും വേണം ചോദ്യചിഹ്നം ഇടാം. ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയനെ അടയുന്നത്. അജാതശത്രു പറയുകയാണ്. രാജാവിൻ്റെ അടുത്ത് വന്നല്ലോ, ഇപ്പം തർക്കത്തിന് വന്നോട്ടെ. ആദ്യം തർക്കത്തിന് വന്ന് ഗുരു ആകാനായിട്ട് വന്നതാണല്ലോ. അപ്പോൾ 1000 പശുക്കളെയൊക്കെ മേടിച്ചല്ലോ. അപ്പം ബ്രാഹ്മണൻ വന്നു, ഞാൻ ഗുരുവായി മാറാം, പിന്നെ ശിഷ്യനായി മാറുന്നത് വേറെ കാര്യം. അപ്പം ആദ്യം അങ്ങനെയാണല്ലോ വന്നത്. അപ്പം അങ്ങനെ ഗുരുവാകാനായിട്ട് വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അദ്ദേഹം ശിഷ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ശിഷ്യപ്പെടുമ്പോൾ അജാതശത്രു പറയുകയാണ്, അപ്പോൾ അങ്ങ് ഒരു ക്ഷത്രിയൻ്റെ അടുത്ത് തല താഴ്ത്തി ഇരിക്കുകയാണല്ലോ എന്ന്. പക്ഷെ അങ്ങ് എന്ത് ചെയ്തു? ശിഷ്യഭാവേന ഉപയാനി അല്ലെ? തൊട്ട് മുമ്പത്തെ മന്ത്രം 14ാമത്തെ മന്ത്രം. ശിഷ്യഭാവേന ഉപയാനി. പക്ഷെ തല താഴ്ത്തിയിരുന്നു, അത് ശരി. പക്ഷെ അങ്ങ് ശിഷ്യഭാവത്തിൽ ഉപസരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് ബ്രഹ്മ മേ വക്ഷ്യാമി. മേ ഞാൻ. ഇവിടെ മേ ആരായിരിക്കും? അജാതശത്രു. ഞാൻ അജാതശത്രു ബ്രഹ്മ വക്ഷ്യാമി ഇതി. ഞാൻ അങ്ങക്ക് ബ്രഹ്മോപദേശം നൽകാം. ഇവിടെ ബ്രഹ്മവക്ഷ്യാമി എന്ന് വെച്ചാൽ ബ്രഹ്മനെ കുറിച്ച് പറയാമെന്നാണ്. ഇവിടെ നമ്മൾ കൂട്ടിച്ചേർക്കണം ബ്രഹ്മ ഉപദേശം വക്ഷ്യാമി. അപ്പോൾ ഉപദേശം എന്ന വാക്ക് അധ്യാഹാരം ചെയ്യണം. ബ്രഹ്മ ഉപദേശം മേ വക്ഷ്യാമി അല്ലേ? ബ്രഹ്മ ഉപദേശം എന്താണത്? അധ്യാഹാരം അല്ലേ? ഈ വാക്കൊക്കെ ഇനി പരിചയമാകണം അല്ലേ? നമുക്ക് വ്യവഹാരത്തിൽ തന്നെ എടുത്തു നോക്കും. ഇപ്പോൾ ഒരു ഡോക്ടറിന് പഠിക്കാൻ പോകുന്ന ആൾ മെഡിക്കൽ ടേംസ് പഠിക്കണം അല്ലേ? എൻജിനീയറിങ്ങിന് നമ്മൾ ഒന്നും വേണ്ട, നമ്മളൊരു അംശാധികാരിയുടെ അടുത്ത് ചെല്ലുകയാണ്, നിങ്ങൾക്ക് പോക്കുവരവ് ചെയ്യണം. അപ്പം അവിടെ ചെന്ന് എന്താ പറയുക? പുരയിടം എത്രയാണ്, പുരയിടത്തിൻ്റെ വിസ്താരം എത്രയാണ്, നിങ്ങൾ പോക്കുവരവ് ചെയ്തോ, നിങ്ങൾ കര അടച്ചോ അല്ലെ, തണ്ടപ്പേരുണ്ടോ, ഇതൊക്കെ ചോദ്യം. അതൊക്കെ എന്താണ്? അവിടെ അംശാധികാരിയുടെ ഭാഷയാണ് അല്ലേ? അറിയാമല്ലോ എല്ലാവരും. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയാണിത്. നമ്മളത് അറിഞ്ഞിരിക്കണം.
അല്ലേ? ഇപ്പം നമ്മളോട് തണ്ടപ്പേരെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ലെങ്കിൽ നമ്മുടെ പോക്കുവരവ് നടക്കില്ല. അപ്പം അതറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഭാഷ അറിഞ്ഞാലേ തുടരാൻ സാധിക്കും, അല്ലേ? ഇപ്പോൾ ഡോക്ടർക്ക്, എൻജിനീയർ, എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ ഗണിതശാസ്ത്രം എടുത്തു, അവിടെയൊക്കെ ഓരോ ടെർമിനോളജികളുണ്ട്. അതറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് അതിൽ സുഗമമായി പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും അധ്യാഹാരം ഓർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ എന്താ അധ്യാഹാരം ചെയ്യുന്നത്? ബ്രഹ്മ ഉപദേശം മേ വക്ഷ്യാമി ഇതി. ഞാൻ അങ്ങക്ക് ബ്രഹ്മോപദേശം വക്ഷ്യാമി, വക്ഷ്യാമി എന്ന് വെച്ചാൽ ഉപദേശാമി, ഞാൻ പറഞ്ഞു തരാം, അങ്ങക്ക് നൽകാം എന്നുള്ള ഭാഗം. അതായത് ഒരു ക്ഷത്രിയനായ ഞാൻ ബ്രാഹ്മണനായ അങ്ങക്ക് ബ്രഹ്മോപദേശം നൽകാം. എന്നിട്ട് പറയുന്നു വി ഏവ ത്വാ, ത്വാ, ത്വാ എന്ന് വെച്ചാൽ അങ്ങക്ക്. ആർക്കിവിടെ? ത്വാ ഗാർഹ്യ, അങ്ങക്ക്. എന്താണ്? വി ഏവ, വി ഏവ എന്ന് വെച്ചാൽ നിശ്ചയമായിട്ടും എന്നാണ് അർത്ഥം, ഉറപ്പായിട്ടും. ഐ പ്രോമിസ് യു, അങ്ങനെ നമ്മൾ പറയില്ല, അതാണ് ആ പ്രോമിസാണ്. എന്താണ്? ഏവ, വി ഏവ, അങ്ങക്ക് ഞാൻ നിശ്ചയമായിട്ട് എന്താണ്? ജ്ഞപേക്ഷ്യാമി, ജ്ഞപേക്ഷ്യാമി എന്ന് വെച്ചാൽ ഉപദേശാമി എന്നാണ്. ജ്ഞപേക്ഷ്യാമി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉപദേശാമി, ഞാൻ അങ്ങക്ക് ഉപദേശിക്കാം. അതാ ഒരു അജാതശത്രുവിൻ്റെ വാത്സല്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയും എല്ലാം ഈ വാക്കുകളിലുണ്ട്. അത്ര വിനയത്തോടുകൂടി ഭവ്യതയോടുകൂടി സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ പൊതുവേ കേൾക്കാത്തത് ഇവിടെ കാണുന്നത്. ഞാൻ അങ്ങക്ക് നിശ്ചയമായിട്ടും, അതാണ് ഗുരുവിൻ്റെ ഉറപ്പാണത്. എത്ര അഹങ്കാരിയായ ശിഷ്യനായിക്കോട്ടെ, പക്ഷെ അദ്ദേഹം ഉപസദിച്ചല്ലോ ഗാർഗ്യൻ. അപ്പോൾ ആ ഗുരു ഉപസത്തിയിലൂടെ എന്താണ്? എല്ലാം മറക്കുകയാണ്. എന്നെ കല്ലെറിഞ്ഞ ആളായിക്കോട്ടെ, ചീത്ത പറഞ്ഞ ആയിക്കോട്ടെ, എന്നോട് തർക്കിച്ച ആളായിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം തെറ്റ് സമ്മതിച്ചു, ഉപസദിച്ചല്ലോ. അപ്പോൾ അന്ന് മുതൽ ആരാണ്? എൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ശിഷ്യനോട് കാണിക്കേണ്ട മാതൃവാത്സല്യവും പിതൃവാത്സല്യവും ഗുരുവാത്സല്യവും, അല്ലേ? ത്വമേവ മാതാച്ച പിതാ ത്വമേവ, അതിവിടെ കാണാം നമുക്ക്. എല്ലാ ഭാവത്തോടു കൂടിയും ശിഷ്യന് ഉറപ്പ് നൽകുകയാണ്. അതാണ് നിശ്ചയമായിട്ട്, ഫേം ഡിറ്റർമിനേഷനാണ്. ഞാൻ അങ്ങേക്ക് ഉറപ്പായിട്ടും പറഞ്ഞു നൽകാം എന്ന് പറയും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. വേണ്ടവർ എഴുതുക. ആരാണ് ബ്രാഹ്മണൻ, ആരാണ് ക്ഷത്രിയൻ, അത് എഴുതിക്കോളും. ചിലവർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു. അറിയാവുന്നവർക്ക് ഒരു മനനമായിട്ട് കാണുക. അതിന് ക്ഷത്രിയ ധർമ്മ എന്ന് എഴുതുക, ഹെഡിങ് കൊടുക്കുക. ഒരു 6 പോയിന്റ് ഉണ്ട്. അല്ല, ബ്രാഹ്മണ ധർമ്മം, ആദ്യം ബ്രാഹ്മണനായിക്കോട്ടെ. ബ്രാഹ്മണ ധർമ്മ എന്ന് ഹെഡിങ് കൊടുക്കുക. ബ്രാഹ്മണ ധർമ്മ, ധർമ്മ വിസർഗമുണ്ട്. ബ്രാഹ്മണ ധർമ്മ അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് 1, 2 പ്രഥമ ദ്വിതീയ നമുക്ക് നമ്പർ ഇട്ട് എഴുതാം. അപ്പോൾ പ്രഥമ ധർമ്മം, ഒന്നാമത്തെ ധർമ്മം, നമ്പർ 1 അധ്യയനം. ബ്രാഹ്മണൻ്റെ ഒന്നാമത്തെ ധർമ്മം. ആരാണ് ബ്രാഹ്മണൻ എന്ന് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലയിടത്തും പഠിച്ചിട്ടുണ്ടാകാം. എങ്കിലും എവിടെയാണ് പഠിച്ചെന്ന് കത്തണം ഇപ്പോൾ എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാനൊന്ന് പോസ് ചെയ്ത് നിൽക്കുന്നത്. എവിടെയാണ് പഠിച്ചതെന്ന് ഓർക്കണം. സ്വാധ്യായ പ്രവചനേഭ്യാം ന പ്രമദിതവ്യം മാതൃദേവോ ഭവ. എവിടെയാണ് ഞാൻ? വെരി ഗുഡ്. അധ്യയനം ഒന്നാമത്തെ എഴുതിയല്ലോ. ഒന്നാമത്തത് അധ്യയനം. രണ്ടാമത്തത് എഴുതുക ദ്വിതീയ ധർമ്മം, അധ്യാപനം. അധ്യാപനം എന്ന് വെച്ചാൽ ടീച്ചിങ്. എന്താണോ അധ്യയനം ചെയ്തത് അത് അധ്യാപനം ചെയ്യുക. അല്ലാണ്ട്
എന്താണോ അധ്യയനം ചെയ്യാത്തതല്ല അധ്യാപനം ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണേ. അതാണ് ഒന്നാമത്തെ ധർമ്മമായിട്ട് അധ്യയനം പറഞ്ഞു. പഠിക്കുക, പഠിച്ചതിനെ മാത്രം പഠിപ്പിക്കുക. തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സയൻസ് പഠിച്ചിട്ട് ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് അത് അധ്യാപനമല്ല, അതൊരു തൊഴിലാണ്. അധ്യാപകനാകുന്ന എപ്പോഴാണ്? എന്താണോ ഗുരുമുഖത്ത് നിന്ന് ഞാൻ പഠിച്ചത്, സാമ്പ്രദായികമായിട്ട് പഠിച്ചത്, അത് മാത്രം അധ്യാപനം ചെയ്യുക. അല്ലാത്തവരാരും അധ്യാപകരാകാൻ അർഹത. ടീച്ചറാകായിരിക്കും, ആചാര്യനാകായിരിക്കും, ഗുരുവാകായിരിക്കും, പക്ഷെ അധ്യാപകനാകാൻ പറ്റില്ല. അല്ലേ? വാക്കുകൾ വളരെ നിഷ്കളങ്കമായിരിക്കും, പക്ഷെ അതിൻ്റെ അർത്ഥം, ഗൂഢാർത്ഥം ഗഹനമാണ്. എന്താണ്? എന്താണോ സമ്പ്രദായത്തിൽ നിന്നും പരമ്പരയിൽ നിന്നും ഗുരുമുഖാത് ശ്രവണം ചെയ്തത് അതിനെ മാത്രം പ്രചരിപ്പിക്കുക. അതാണ് ബ്രാഹ്മണൻ്റെ രണ്ടാമത്. അങ്ങനെ ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്. ഞാൻ ശൂദ്രനായിട്ട് ജനിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണ കുലത്തിൽ തന്നെ ജനിച്ചോട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്താലേ ബ്രാഹ്മണനാവുക. അതാണ് അധ്യയനം, അധ്യാപനം. ഇനി മൂന്നാമത്തെ ധർമ്മം, ബ്രാഹ്മണൻ്റെ തൃതീയ ധർമ്മം, യജനം. യജനം, യാജനം, യാരാലാവയിലെ യാ, ജനം, യജനം. യജനം, യജനം എന്ന് വെച്ചാൽ യാഗം, പൂജ ഇത്യാദികൾ നിത്യം ചെയ്യുക. അതായത് എന്താണോ വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ പറയുന്ന ഈ യാഗങ്ങൾ, അഗ്നിഹോത്രാദി, ജ്യോതിഷ്ഠോമാദി യാഗ യജ്ഞങ്ങൾ, ഹോമാദികൾ നിത്യം ചെയ്യും. പഞ്ചമഹായജ്ഞങ്ങളിലൊക്കെ പറയുന്നുണ്ട് അത്. അതാണ് യജനം, ബ്രാഹ്മണൻ്റെ മൂന്നാമത്തെ ധർമ്മം. ഇനി നാലാമത്തത്, ബ്രാഹ്മണൻ്റെ ചതുർത്ഥ ധർമ്മം, നാലാമത്തെ ധർമ്മം, യാചനം. തൊട്ട് മുമ്പ് എഴുതിയതിൻ്റെ യായ്ക്കൊരു ദീർഘം ഇടുക, അത്രയേ ഉള്ളൂ. യാചനം. യജനം, യാചനം. യാചനം എന്ന് വെച്ചാൽ പൂജ ചെയ്യിക്കുക, യാഗം, ഹോമം ഇത്യാദി ചെയ്യിക്കല്. യാചനം എന്ന് വെച്ചാൽ എന്താണ്? യാഗം, ഹോമ, പൂജകൾ ഇത്യാദികൾ ചെയ്യിക്കല്. അവരുടെ പരമ്പരയിൽപ്പെട്ടവരോ കുലത്തിൽപ്പെട്ടവരോ ഗോത്രത്തിൽപ്പെട്ടവരോ അല്ലെ ആര് പൂജയ്ക്കായിട്ട് അദ്ദേഹത്തിനെ സമീപിക്കുന്നു അത് ചെയ്യിക്കണം. അല്ല എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യിക്കില്ല, ഞാൻ കാർമ്മികത്വം വഹിക്കില്ല ഇത്യാദികളൊന്നും പറഞ്ഞ് ഒഴിയാൻ പാടില്ല. അത് പാപമാണ്. അതാണ് യാചനം. ഇനി അടുത്ത എന്താണ്? അഞ്ചാമത്തെ ധർമ്മം, പഞ്ചമധർമ്മം, ദാനം. ദാനം, ദാനം കൊടുക്കണം. ഞാൻ ദാനം കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ ആരാണ്? ബ്രാഹ്മണൻ. അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം. അഞ്ചാമത്തെ ദാനം, അതായത് അർഹതപ്പെട്ടവർക്ക്. അനർഹ ന ജഹാദി, അനർഹർക്ക് ഒരിക്കലും കൊടുക്കരുത്. അതിൻ്റെ എന്താണ്? വിപരീത ഫലം ഉണ്ടാകും നമുക്ക്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതും. ഹ്രിയാധേയം, ഭിയാധേയം, സംവിധാധേയം, അധയതിതേ കർമ്മ വിചികിത്സാവാ വൃത്ത വിചികിത്സാവ്യാസ്യാത്. അവിടെ നമ്മൾ പഠിച്ചാണ് എങ്ങനെയാണ് ദാനം കൊടുക്കേണ്ടത്. ഒരാൾ നമ്മുടെ മുന്നിൽ ദാനത്തിന് വരികയാണെങ്കിൽ അയാളെ ഉയർന്ന തലത്തിൽ നിർത്തിയിട്ട് നമ്മൾ താഴ്ന്നു നിന്ന് നമസ്കരിച്ച് വേണം, അല്ലേ? ക്രിയാധേയം, ഭിയാധേയം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കൊടുക്കേണ്ടത് അങ്ങനെയാണ്, അല്ലേ? ഗർവം ഉണ്ടാകരുത്. പിന്നെ ഭഗവാനോട് ആദ്യം അനുമതി ചോദിക്കണം, ഞാനിത് കൊടുത്തോട്ടെ.
അങ്ങ് തന്നിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഞാൻ കൊടുത്തോട്ടെ എന്ന് അനുമതി ചോദിക്കുക. ഞാൻ തന്നോട്ടെ എന്ന് ആർക്കാണോ കൊടുക്കുന്നത് അയാളോട് അനുമതി ചോദിക്കുക, പ്രകൃതിയോട് അനുമതി ചോദിക്കുക, അല്ലേ? അങ്ങ് പ്രകൃതി ഇത് സാക്ഷിയായി കാണണം. എൻ്റെ വേറെ തെളിവൊന്നുമില്ല. ഞാൻ എൻ്റെ പേര് ചേർക്കാനോ പരസ്യം കൊടുക്കാനോ ഒന്നും പോകുന്നില്ല. പ്രകൃതി സാക്ഷിയായി ഞാൻ കൊടുക്കുന്നു ഇത്യാദികൾ, അല്ലേ? ദാനം എന്നതിൽ നമ്മൾ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ, നമ്മൾ പഠിച്ചതാണത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി കൊടുക്ക വേണം, അല്ലേ? അതാണ് ദാനം. അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. തൈത്തരീയ ഉപനിഷത്ത് 1-ാം അധ്യായം ശിഷ്യാനുശാസനം. അടുത്തത് 6-ാമത്തത് ഷഷ്ടധർമ്മം. 6-ാമത്തത് പ്രതിഗ്രഹം. പ്രതിഗ്രഹം എന്ന് വെച്ചാൽ ദാനം വാങ്ങിക്കുക, അതാണ് പ്രതിഗ്രഹം. ദാനം സ്വീകരിക്കുക, അതിനാണ്. ദാനം സ്വീകരിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്? പ്രതിഗ്രഹം. അപ്പം ഏത് ഭാവത്തോടു കൂടി സ്വീകരിക്കണം? ദാനം നൽകുന്നയാളോട് വിനയഭാവം. ഈശ്വര, എനിക്ക് ദാനം ഇന്നൊരു ഭാവത്തിൽ നൽകുന്നുണ്ടല്ലോ ആളുകൾ, അതിന് ഒരു കൃതാർത്ഥതയോടുകൂടി. പ്രതിഗ്രഹം കൃതാർത്ഥതയോടുകൂടി പ്രതിഗ്രഹണം ചെയ്യുക, അതായത് സ്വീകരിക്കുക. നമ്മൾ തൈത്തരീയ ഉപനിഷത്തിൽ ഇത് തന്നെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? പെട്ടെന്ന് ഓർമ്മ ഞാൻ പറയാം. ദാനം വാങ്ങുമ്പോൾ എങ്ങനെയാണെന്ന്. ആനന്ദോ ബ്രഹ്മണോ വചനാത് ആനന്ദാദേവ ഖലു ഇമാനി ഭൂതാനി ജായന്തേ. വെറുതെ കേട്ടോളൂ, ഇത് കേൾക്കുന്ന പോലും പുണ്യാണ്. ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്ത്യഭിഷന്തി സൈഷാ ഭാർഗവീ വാരുണീ വിദ്യ പരമേ വ്യോമൻ പ്രതിഷ്ഠിത യ ഏവം വേദ പ്രതിഷ്ഠതി അന്നവാനന്നാദോ ഭവതി പ്രജയാ പശുഭിർ ബ്രഹ്മവർച്ചസേന മഹാൻ കീർത്തിയ. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ദാനം വാങ്ങാൻ. നമ്മളവിടെ പഠിച്ചാണ്. അപ്പം ആരെങ്കിലും എനിക്ക് 1 റുപ്യ തരികയാണ്, എൻ്റെ മനസ്സിലെങ്കിലും ഈ മന്ത്രം ചൊല്ലണം. ആരാണോ ഞാൻ പ്രതിഗ്രഹം ചെയ്യുകയാണ്, ഞാനത് ദാനം വാങ്ങുകയാണ്. ഇപ്പം എന്താണ്? ഭഗവാനെ, ആനന്ദസ്വരൂപിയായ അങ്ങിൽ നിന്ന് ഞാനിത് വാങ്ങുന്നു, ഞാനത് സ്വീകരിക്കുന്നു, ഞാൻ ഒരിക്കലും അതിനെ നിഷേധിക്കില്ല. പിന്നെ എന്താണ്? ആരാണോ എനിക്ക് ദാനം തരുന്നത് അയാൾക്ക് മഹാൻ കീർത്തി, അവർ കീർത്തിമാനാകണം, യശസ്വികളാകണം, ശ്രേഷ്ഠരാകണം, അവരുടെ സന്തതി പരമ്പരകൾക്കും നന്മയുണ്ടാകണേന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് വാങ്ങാൻ, ദാനം വാങ്ങാൻ. എങ്കിലേ അത് പ്രതിഗ്രഹമാവുകയുള്ളൂ, എങ്കിലേ ഞാൻ ബ്രാഹ്മണനാവുകയുള്ളൂ. അല്ലാണ്ട് യജ്ഞോപവീതം ന ബ്രാഹ്മണ ധർമ്മ, അല്ലേ? അല്ലെ ബ്രാഹ്മണ ചിഹ്ന, അല്ലേ? ബ്രാഹ്മണൻ്റെ ചിഹ്നം യജ്ഞോപവീതം അല്ല, ഇതാണ്, അല്ലേ? ഇതാണ് പ്രതിഗ്രഹം. അത് വേണ്ടവർ എഴുതിക്കോളൂ. തൈത്തരീയ ഉപനിഷത്ത് 2:6, 6-ാമത്തെ 2-ാം അധ്യായം 6-ാം അനുവാദം, 2.6 തൈത്തരീയ ഉപനിഷത്ത്. ഓക്കെ, ഇതാണ് ബ്രാഹ്മണൻ്റെ ധർമ്മം. ഒന്നുകൂടെ പറയാം, ജസ്റ്റ് എഴുതിയത് നോക്കുക. അധ്യയനം, പഠിക്കുക. ഇവിടെ വേദാധ്യയനം, അല്ലേ? നമ്മൾ അധ്യയനം ചെയ്യുന്നത് നമ്മൾ ഭൗതിക വിദ്യയല്ല. ഇവിടെ അധ്യയനം എന്ന് വെച്ചാൽ വേദാധ്യയനം. അത് സ്ത്രീ പുരുഷ നപുംസകാദി ഭേദങ്ങളൊന്നും പറയുന്നില്ല, അധ്യയനം ചെയ്യുക. പിന്നീട് കാലക്രമത്തിൽ ചേർക്കപ്പെട്ടതാണ് പല പരിഷ്കാരങ്ങളും. നമ്മൾ പഠിക്കുന്നത് വേദ അടിസ്ഥാനത്തിലുള്ള ധർമ്മങ്ങളാണ്. വേദത്തിൽ പറയുന്നതാണ് ഈ 6 പോയിന്റ്.
ഏതൊക്കെയാണ്? അധ്യയനം, പിന്നെ അധ്യാപനം, വേദാധ്യാപനം, പിന്നെ യജനം, വേദയജനം, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന യജനങ്ങൾ, യാചനം, വേദയാചനം, പിന്നെ ദാനം, പ്രതിഗ്രഹം. ഇതാണ് ബ്രാഹ്മണന്റെ ധർമ്മങ്ങൾ. സമയമായല്ലേ? ഒന്നുകൂടെ എഴുതിയിട്ട് നമുക്ക് ഇന്നത്തേക്കിന് പിരിയാം. എളുപ്പമാണ്, അത്ര പ്രയാസമില്ല. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ, ക്ഷത്രിയ ധർമ്മം. ക്ഷത്രിയന്റെ ധർമ്മങ്ങൾ. ക്ഷത്രിയ ധർമ്മം അതിലെഴുതിക്കോ. പ്രഥമധർമ്മം, ഒന്നാമത്തെ ധർമ്മം അധ്യയനം. അധ്യയനം. 2 യജനം. യജനം. മൂന്നാമത്തത് ദാനം. ദാനം. ഇത്രയേ ഉള്ളൂ, 3 ഉള്ളൂ ക്ഷത്രിയന്. ക്ഷത്രിയൻ എന്തൊക്കെയാണ്? രാജ്യസംരക്ഷണം, രാഷ്ട്ര സംരക്ഷണം, അതൊക്കെ വേറെ കേട്ടോ. അതൊന്നും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതാണ് ക്ഷത്രിയന്റെ പ്രഥമധർമ്മം. സ്വരാജ്യ സേവനാണ്. അതല്ല ഇവിടെ പറയുന്ന നമ്മൾ വേദവുമായി ബന്ധപ്പെട്ട് കാര്യം. കാരണം ഇവിടെ കാശി രാജാവിൻ്റെ ധർമ്മങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് പഠിക്കുന്നത്. അതും വേണമെങ്കിൽ എഴുതിക്കോളൂ, അത് തെറ്റൊന്നുമില്ല. ക്ഷത്രിയന്റെ പ്രഥമധർമ്മം സ്വരാജ്യ സേവനം. തൻ്റെ രാജ്യത്തെ മാതാവായി കണ്ട് സംരക്ഷിക്കുക ആണ് ക്ഷത്രിയന്റെ പ്രഥമധർമ്മം. പിന്നെ എന്താണ്? അതിലേക്ക് പോകുന്നതിന് മുമ്പ്, രാജ്യത്തെ സംരക്ഷിക്കാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അധ്യയനം ചെയ്യണം, യജനം ചെയ്യണം, ദാനം ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് വേണം സ്വരാജ്യ സേവനത്തിന് പോകാൻ. എങ്കിലേ അവർ ക്ഷത്രിയരാകുക. അപ്പോൾ പ്രഥമധർമ്മം ഇതാണ്. ഇവ 3 ഏത്? അധ്യയനം, യജനം, ദാനം. ഈ പ്രഥമമായ 3 ധർമ്മങ്ങൾ ചെയ്തതിന് ശേഷമേ മുഖ്യ ധർമ്മം എന്ത്? സ്വരാജ്യ സേവനത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എങ്കിലേ അതിന് പുണ്യമുണ്ടാവുകയുള്ളൂ, അതിന് ഫലമുണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്താണ് അധ്യയനം? അധ്യയനം എന്ന് വെച്ചാൽ വേദാധ്യയനം. അധ്യയനം ചെയ്യുക. ഗുരുമുഖാത് അധ്യയനം കുര്യാത്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക, ശാസ്ത്രം പഠിക്കുക. അത് ഇവിടെ ശാസ്ത്രം പഠിക്കുക എന്ന് വെച്ചാൽ ചതുർവേദങ്ങളും വേദാംഗങ്ങളും പിന്നെ ഉപവേദങ്ങളും അറിയാമല്ലോ. ഇതൊക്കെ ചതുർവേദം അറിയാം, വേദാംഗം അറിയാം, ഉപവേദങ്ങളും അറിയാം. ഋക്കജു, സാമാധർവണം, ശിക്ഷാകല്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്സോ, ജ്യോതിഷം അല്ലേ. പിന്നെ ധനുർവിദ്യ, ഗന്ധർവവിദ്യ, യക്ഷവിദ്യ, നക്ഷത്രവിദ്യ ഒക്കെ നമ്മൾ പഠിച്ചാണ്. ചാന്തോക്യ 7ാം അധ്യായത്തിൽ. അതൊക്കെ പഠിക്കണം. അധ്യയനം ഇതെല്ലാം പഠിക്കണം. പിന്നെ എന്ത് ചെയ്യണം? യജനം. വേദത്തിൽ പറഞ്ഞ യാഗഹോമാദികൾ ചെയ്യണം. ക്ഷത്രിയന്റെ ധർമ്മമാണ് അഗ്നിഹോത്രാദികൾ ചെയ്യേണ്ടത്. പിന്നെ അടുത്ത എന്താണ്? ദാനം. ദാനം ചെയ്യാൻ ഒരാൾക്ക് അധികാരമുള്ളൂ, ക്ഷത്രിയന്. അതായത് ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവരല്ല. എൻ്റെ കയ്യിൽ എന്തുണ്ടോ അതിനെ സന്തോഷത്തോടുകൂടി, തൃപ്തിയോടുകൂടി, അയ്യോ ഇത് പോകുന്നല്ലോ, അല്ലെങ്കിൽ 10 ആൾ അറിയണം എന്നുള്ള ഭാവത്തോടു കൂടിയല്ല. ഭഗവാന്റെ കൃപയാൽ എനിക്കൊരു ഭാഗം കിട്ടി, അത് ഞാൻ തൃപ്തിയോടുകൂടി ആർക്ക് കൊടുക്കുന്നു? അവരൊക്കെ ക്ഷത്രിയരാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദാനം ചെയ്യാന്ന് വെച്ചാൽ ഭാവത്തോടുകൂടി, തൃപ്തി ഭാവത്തോടുകൂടി. അല്ല, വേണ്ടാത്തത് കളയലല്ല, ഉപേക്ഷിക്കല്ല. വേണ്ടാത്തതിനെ ഉപേക്ഷിക്കലല്ല ദാനം. ദാനം എന്ന് വെച്ചാൽ അതിന് വിപരീത ഫലം ഉണ്ടാകും. ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പം താൽക്കാലികമായ ഒരു നേട്ടം കിട്ടുമായിരിക്കും. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു കൊണ്ട് താൽക്കാലികമായൊരു നേട്ടം. പക്ഷെ ആത്യന്തികമായ നേട്ടം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? തൃപ്തിയോടുകൂടി, സന്തുഷ്ടിയോടുകൂടി കൊടുക്ക വേണം. അതാണ് 3ാമത്തെ ധർമ്മം. പിന്നെ ഒറ്റ പോയിന്റും കൂടെ എഴുതിക്കോളൂ.
ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് മേൽപ്പറഞ്ഞ ധർമ്മം ബാധകമേ അല്ല. ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് മേൽപ്പറഞ്ഞ ധർമ്മം ബാധകമേ അല്ല. ശാസ്ത്ര വിദ്യാർത്ഥി എന്ന് വെച്ചാൽ ആരാണ്? ബ്രഹ്മചാരി. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ശാസ്ത്ര വിദ്യാർത്ഥി എന്ന് വെച്ചാൽ ഗുരുകുലവാസി എന്ന അർത്ഥം കേട്ടോ. അല്ലാണ്ട് ഞാൻ എല്ലാ കഴിഞ്ഞ് ബാങ്കിൽ ഇത്ര ഡിപ്പോസിറ്റായിട്ട് പഠിക്കുന്നതല്ല. എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാണ്ട് ഗുരുവിനെ മാത്രം ആശ്രയിച്ച് വരുന്ന ശാസ്ത്ര വിദ്യാർത്ഥി. അപ്പോൾ ശാസ്ത്ര വിദ്യാർത്ഥി ആരാണ് ഇവിടെ? ഗുരുകുലവാസി. ആ ഗുരുകുലവാസിക്ക് ഒന്നുമില്ല ചെയ്യാൻ. ഈ യാഗം ചെയ്യണമെങ്കിൽ എന്തൊക്കെ സാമഗ്രികൾ വേണം? ഈ പൈസ ഒന്നും ഇല്ലാത്ത ആൾ എങ്ങനെ ഈ സാമഗ്രി ഉണ്ടാകും അല്ലേ? എങ്ങനെ ദാനം ചെയ്യും അല്ലേ? ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഇതൊന്നും ബാധകമല്ല. ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് അല്ലെ ഗുരുകുലവാസിക്ക് എന്തൊക്കെയായിരിക്കും ബാധകം? അധ്യയനം, പിന്നെ എന്തായിരിക്കും? പ്രതിഗ്രഹം. പഠിക്കുക, ദാനം വാങ്ങുക. അതാണ് ശാസ്ത്രവിദ്യ. അതാണ് ഞാൻ പറഞ്ഞത്, ഗുരുകുലവാസികൾക്ക് ഇതൊന്നും ബാധകമല്ല. അവർക്ക് പഠനം, പിന്നെ ഭിക്ഷ കിട്ടുമ്പോൾ കഴിക്കുക. അപ്പം അതൊക്കെ കാലം മാറിപ്പോയോടെ. പണ്ടത്തെ ത്രേതായുഗത്തിൽ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞതാണ് ഇതൊക്കെ. ഇപ്പോഴത്തെ ഗുരുകുലവാസികൾക്ക് സാധ്യമല്ല. കാരണം പണ്ട് ഗുരുകുലത്തിനെ രാജാവ് സംരക്ഷിച്ചിരുന്നു. ഇപ്പം നമ്മൾ ദക്ഷിണ വാങ്ങുന്നില്ല. ഇപ്പം എല്ലാ സ്വാമിമാരും ദക്ഷിണ വാങ്ങും. ശരിക്കും ഗുരുകുലത്തിൽ പഠിക്കുന്ന ഗുരുകുലം വിട്ടുപോയവർക്ക് ഇത് ബാധ. ഇപ്പോൾ എൻ്റെ തന്നെ ഉദാഹരണം പറയാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഗുരുകുലത്തിൽ പഠിക്കുകയാണ്. അല്ലെ ഇവിടെ ഉള്ളവരുടെ തന്നെ ഉദാഹരണം. നമ്മൾ ദക്ഷിണ വാങ്ങാൻ അധികാരമില്ല. പക്ഷെ വാങ്ങുന്നു. എന്തുകൊണ്ട്? പണ്ടത്തെ കാലത്ത് രാജാവ് സംരക്ഷിച്ചിരുന്നു നമ്മളെ, ഗുരുകുലവാസികളെ, ഗുരുനാഥനെ, ഗുരുപത്നീനെ, ഗുരുകുലത്തിലുള്ള സകല അന്തേവാസികളെയും. ഏത് രാജാവിൻ്റെ കീഴിലാണോ നമ്മുടെ ഗുരുകുലം ഇരിക്കുന്ന സ്ഥലം, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഉത്തരാഖണ്ഡ്, ഇപ്പോൾ നമ്മൾ ഉത്തരകാശിയിലാണ് താമസിക്കുന്നത്. ഇവിടെ പണ്ട് നരേന്ദ്രരാജൻ എന്ന് പറഞ്ഞ വലിയൊരു മഹാരാജാവ് ഭരിച്ചിരുന്ന നാടാണിത്. നരേന്ദ്രനഗർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ ഇതൊക്കെ ഉണ്ട് ഇവിടെ. അതായത് ഋഷികേശ് മുതൽ ഇങ്ങനെ ഗംഗോത്രി വരെ ഇങ്ങനെ കിലോമീറ്ററുകൾ നീണ്ടു നടക്കുന്ന വലിയ രാജവംശത്തിലെ ആളായിരുന്നു നരേന്ദ്രനാഥ് എന്ന രാജാവ്. അപ്പം അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് 150 വർഷം മുമ്പ് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ എന്താണ്, അദ്ദേഹം ആശ്രമങ്ങൾ സ്ഥാപിച്ചു, അദ്ദേഹം ഗുരുകുലങ്ങളുണ്ടാക്കി. അന്നുള്ള മഹാത്മാക്കൾ, അന്നാണ് കൈലാസാശ്രമമൊക്കെ അദ്ദേഹം സ്ഥാപിച്ചു കൊടുത്തതാണ്. അന്നുള്ള മഹാത്മാക്കൾക്ക് ഭക്ഷണവും പുസ്തകവും, പഠിക്കാനുള്ള പുസ്തകവും, ഈ കാളി കംപ്ലിവാലയൊക്കെ മഹാത്മാ അപ്പോഴാണ് സ്വാമിജിയൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ അവർ രാജാവ് സംരക്ഷിക്കുമായിരുന്നു വിദ്യാർത്ഥികളെയും ഗുരുനാഥനെയും ഗുരുകുലത്തിലെയും എല്ലാം. പക്ഷെ ഇപ്പം രാജാവ് എവിടെ ഇരിക്കുന്നു നമുക്ക് സംരക്ഷിക്കാൻ? അങ്ങനെയുള്ള രാജാക്കന്മാരില്ല. അപ്പോഴെന്താണ്, പിന്നെ ആചാര്യന്മാർ ആ നിയമത്തിനെ തിരുത്തി എന്ത് ചെയ്യണം, നമ്മൾക്ക് ദാനം വാങ്ങുക, തെണ്ടുക, അത്രയേ ഉള്ളൂ. മധുകരി ഭിക്ഷ എടുക്കുക, അല്ല എന്താണോ ആളുകൾ തരുന്നത് അതിനെ സ്വീകരിക്കുക എന്നുള്ള പരിഷ്കരണം ഉണ്ടായത് അപ്പോഴാണ്. ഓക്കെ, സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും. ബാക്കി നമുക്ക് നാളെ ഇല്ല, ശനി ഞായറും അവധി, തിങ്കളാഴ്ച കാണാം. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ കുറഞ്ഞു പോയി. കാരണം വലിയ മന്ത്രം പദം ഛേദിക്കാൻ തന്നെ സമയമെടുത്തു. ഇന്ന് ഏതമ്മ? ജഗമ്യതുഹു സുപ്തം. ജഗമ്യതുഹു ജഗമ്യതുഹു. ആ ദീർഘമുണ്ട്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.